ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നീ ആവശ്യമാണ്. സോ A+ നഷ്ടമാകുന്ന ആ ചോദ്യം ഏതാണെന്നുള്ള ആ ത്വരയിൽ ഓടി വന്നിട്ടുള്ള ആ ഒരു ആഗ്രഹത്തിൽ ഓടി വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ, എന്താണ് A+ നഷ്ടമാകുന്ന ചോദ്യം? മക്കളെ, അതൊന്നുമല്ല, മാർക്കറ്റ് എക്വിലിബ്രിയത്തിലെ പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിംഗുമാണ്. ഒരുപാട് മക്കൾക്ക് തിരിഞ്ഞു പോകുന്ന കൺസെപ്റ്റാണ്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും, രണ്ട് കൺസെപ്റ്റും ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് ഈ വീഡിയോ നിർത്തുള്ളൂ. സോ ഒരു ചോദ്യമുണ്ട്, നോക്കാം. സപ്പോസ് ദ മാർക്കറ്റ് എക്വിലിബ്രിയം പ്രൈസ് ഓഫ് ഷുഗർ ഇസ് ₹45 per kilo. അപ്പം ഷുഗറിന്റെ പ്രൈസ് 45 per kilogram ആണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? അതിന്റെ പ്രൈസ് 35 per kilogram ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. എക്സ്പ്ലെയിൻ ദ പോളിസി ഓഫ് ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഇൻ ദ മാർക്കറ്റ് വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആണ്, എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരുപാട് മക്കൾക്ക് തെറ്റിക്കും. സോ നമ്മൾ ആദ്യം എഴുതി വെക്കാം, 45 നിന്നും 35 ആയിട്ട് കുറയാണ് ചെയ്തത്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്താണ്? പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്തത്. ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിന് വലിയ ലാഭമൊന്നുമില്ല. സോ കൺസ്യൂമേഴ്സിന് വേണ്ടി സി എന്താണ്? പ്രൈസ് സീലിംഗ് ആണ്. സോ പ്രൈസ് സീലിംഗ് ആണ്. ഗവൺമെന്റ് എന്ത് ചെയ്യും മക്കളെ? ഒരു അപ്പർ ലിമിറ്റ് വെക്കും. ഇതിന് മുകളിലേക്ക് പൈസ കൂട്ടി വിൽക്കാൻ വേണ്ടി പാടില്ല. ആർക്ക് വേണ്ടിയിട്ട്? ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. റേഷൻ കടകൾ തുറക്കും, സപ്ലൈകോ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ തുറക്കും അല്ലേ. അപ്പൊ ഈ ഷുഗറിന് പൈസ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും പോയി ഷുഗർ വാങ്ങിക്കും. 10 കിലോ വേണമെന്ന് പറയും. ചിലപ്പോൾ ഉണ്ടാവില്ല, കാർഡിനനുസരിച്ചുള്ള കിലോകളെ തരുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാവരും പ്രൈസ് കുറയുമ്പോൾ നേരെ റേഷൻ കടയിലേക്ക് ഓടിപ്പോകുമ്പോൾ ക്രിയേറ്റ് ആകുന്നത് എക്സസ് ഡിമാൻഡ് ആണ്. സോ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം, പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന എന്താണ്? അപ്പർ ലിമിറ്റ് ആണ്. അതിന്റെ മുകളിലേക്ക് പ്രൈസ് കൂട്ടി വിൽക്കാൻ വേണ്ടി പാടില്ല. എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവായിരിക്കും പ്രൈസ് സീലിംഗിന്റെ പ്രൈസ്. ഓടൊപ്പം തന്നെ ഇവിടെ ക്രിയേറ്റ് ആകുന്നത് എക്സസ് ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. മാർക്ക് ആൻഡ് ഡിറ്റർമൈൻ പ്രൈസ് ഫോർ പാഡി ഇൻ കേരള ഈസ് ₹21. But government intervenes in the market and sets ₹26 per kilogram as its minimum price with a view to protect the interest of paddy farmers. By what name? This policy of government is known. 21 രൂപയിൽ നിന്ന് 26 രൂപയായിട്ട് നെല്ലിന്റെ പൈസ കൂട്ടി എങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൂട്ടിയത്? ഇത് എന്തിന്? പോളിസിയുടെ പേരെന്താണ്? അപ്പൊ 21 രൂപയിൽ നിന്ന് 26 രൂപയ്ക്ക് കൂട്ടുക ചെയ്തത്. അപ്പൊ പ്രൈസ് കൂട്ടുമ്പോൾ ഒരിക്കലും ഉപഭോക്താക്കൾക്ക് ഗുണമില്ല. പ്രൈസ് കൂട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ പോവല്ലേ ചെയ്യുന്നത്. പക്ഷെ വേറൊരു ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. അതാരാണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്, അല്ലെ, ഉൽപാദകരാണ്. അപ്പൊ പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ആ പോളിസിയുടെ പേരെന്താ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പ്രൈസ് ഫ്ലോർ ആണ്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? ലോവർ പ്രൈസ്, അല്ലെ, സപ്പോർട്ട് പ്രൈസ് മിനിമം ലോവർ ലിമിറ്റ് വെക്കും. ഇതിന് താഴേക്ക് പ്രൈസ് കുറച്ച് കൊടുക്കാൻ വേണ്ടി പാടില്ല. എപ്പോഴും പ്രൈസ് ഫ്ലോറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിലായിരിക്കും. അങ്ങനെ പ്രൈസ് കൂടുമ്പോൾ ആരും കൂടും? സപ്ലൈയും കൂടും. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആവുന്ന എന്താ? എക്സസ് ഡിമാൻഡ് ആണോ എക്സസ് സപ്ലൈ ആണോ? എക്സസ് സപ്ലൈ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. പ്രൈസ് ഫ്ലോറിന്റെ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് പഠിക്കാം കേട്ടോ. ലോവർ ലിമിറ്റ് ആണ്. അതേപോലെ തന്നെ നെല്ല്, തേങ്ങ പോലെയുള്ള അല്ലെങ്കിൽ വർക്കേഴ്സിനുള്ള മിനിമം വേജസിലൊക്കെയാണ് ഇത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ഇമ്പോസ് ചെയ്യുന്നത്. ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും. അത് നമ്മൾ പഠിച്ചു. ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും പ്രൈസ് ഫ്ലോറിന്റെ പ്രൈസ്. എക്സസ് സപ്ലൈ ആണ് ക്രിയേറ്റ് ആവുന്നത്. നമ്മൾ പഠിച്ചു. പഠിക്കാത്തൊരു കാര്യമുണ്ട്, ഇപ്പൊ പറയാത്തൊരു കാര്യമുണ്ട്. പ്രൈസ് കൂട്ടി, പാഡിയുടെ പ്രൈസ് കൂട്ടുമ്പോൾ പൊതുവെ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യില്ല? വാങ്ങാനായിട്ട് പോകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? എക്സസ് സപ്ലൈയും ഉണ്ടായി, ഒരുപാട് സാധനങ്ങൾ അധികം വന്നു. ഈ അധികം വരുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും? ഗവൺമെന്റ് പർച്ചേസ് ചെയ്യും. എന്ത് ചെയ്യും? ഗവൺമെന്റ് പർച്ചേസ് ചെയ്യും. ഇതേ വേറൊരു ചോദ്യം, 4 മാർക്കിന്റെ. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. 2 ഡയഗ്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് പ്രൈസ് ഫ്ലോർ, ഏതാണ് പ്രൈസ് സീലിംഗ്? നമുക്കറിയാം, ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവായിട്ടുള്ളത് പ്രൈസ് സീലിംഗ് ആണ്. ഇക്വിലിബ്രിയം പ്രൈസ് നോക്കിക്കാൻ മക്കളെ, ഇത് എവിടെയാണ്? ഇക്വിലിബ്രിയം എവിടെയാണ്? ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവായിട്ടുള്ളത് നോക്കിക്കേ, കണ്ടോ? ലോവർ ലിമിറ്റ് അല്ല, അപ്പർ ലിമിറ്റ്, പി മാക്സ് ആണ്. അപ്പൊ ഇതാണ് പോയിന്റ് എ ആണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. പോയിന്റ് ബി അപ്പൊ എന്തായിരിക്കും? പ്രൈസ് ഫ്ലോർ ആയിരിക്കും. സോ നോക്കിക്കേ, ഇക്വിലിബ്രിയം ഇവിടാണ്. ഇക്വിലിബ്രിയത്തിന് മുകളിലാണ്, മിനിമം പ്രൈസ് ആണ്. കണ്ടോ? പി മിനിമം എഴുതിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. ആ മിനിമം ഇവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് പ്രൈസ് സീലിംഗ്, രണ്ടാമത്തെ പ്രൈസ് ഫ്ലോറും ആണ്. എന്താണ് പ്രൈസ് സീലിംഗ്, എന്താണ് പ്രൈസ് ഫ്ലോർ എന്ന് ഇതേ പഠിച്ചു വരുവാണ്. പിന്നെയും പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, യെസ്. എങ്കിൽ 4 മാർക്കിന് ഇതേ അവസാനത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇതിന്റെ ആൻസർ മക്കൾ കമന്റ് ചെയ്യണം. മിസ് ക്വസ്റ്റ്യൻ വായിച്ചു തരും. പ്രൈസ് ഓഫ് റബ്ബർ ഡിറ്റർമൈൻ ഇൻ ദ മാർക്കറ്റ് ഈസ് ₹120 per kilogram. Government fix a minimum price of rubber as ₹150 per kilogram to support the rubber farmers. Examine the impact of this on the market with the help of a diagram.
ഇത് ഡയഗ്രാം വൈസ് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മക്കള് ഇത് എന്താണെന്ന് കമന്റ് ചെയ്യുക. ഇത് പ്രൈസ് സീലിംഗ് ആണോ പ്രൈസ് ഫ്ലോർ ആണോ എന്ന് താഴെ കമന്റ് ചെയ്യുക. മനസ്സിലായെന്ന് നോക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയാ, മിനിമം പ്രൈസ് ആണ് 120യിൽ നിന്നും 150 ആയിട്ട് കൂട്ടുകയാണ് ചെയ്തത്. കൂട്ടുമ്പോൾ ആർക്കാണ് ബെനിഫിറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുക. താഴെ കമന്റ് ചെയ്യുക. നോക്കട്ടെ ആർക്കൊക്കെ മനസ്സിലായി നോക്കട്ടെ. മിസ് കമന്റ് നോക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ എല്ലാ വീഡിയോയിലെ കമന്റും ഞാനും അഖില മിസ്സും ഒക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോ നമ്മൾ എല്ലാ കമന്റ്സും വായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ കൃത്യമായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇതിന്റെ ആൻസർ ദേ താഴെ കമന്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.